ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓട്സും നേന്ത്രപ്പഴവും വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ അളവ് അതിനനുസരിച്ച് ഓട്സ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിയും കൂടുതൽ എടുക്കുക, അല്ലെങ്കിൽ കമ്മിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 1.5 കപ്പ് ഓട്സ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അതേപോലെ തന്നെ 1.5 കപ്പ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓട്സ് എടുത്ത അതേ ബൗളിന് തന്നെയാണ് ഞാൻ വെള്ളം 1.5 കപ്പ് ഒഴിക്കുന്നത്. ഓട്സ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ പാകമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഓട്സ് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. ഓട്സ് ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒട്ടും കഴിക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒട്ടും ചേർക്കരുത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ലേശം ഉപ്പാണ്, അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചിരകിയ തേങ്ങയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു നേന്ത്രപ്പഴത്തിന് കൂടുതലായിട്ട് ഒന്നുകൂടെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനെ നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയൊന്നും വേണ്ട. നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന രീതിയിൽ ചുട്ടെടുക്കുക. അധികം തിന്നാക്കരുത്, ലേശം ഒരു കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ ലേശം വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലാക്കി കൊടുക്കാം. ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയോ നെയ്യോ യൂസ് ചെയ്യുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യാണ് അധികം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഒന്ന് ചുട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഒരു സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചായൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഓട്സും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.